പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കുട്ടിക്കാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവിൽ മലഹായി. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വായനശാല. നാലാമത്തെ സെഗ്മെന്റ് ആണ് രാഗസങ്കീർത്തനം. അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് ഉണ്ണിവചനങ്ങൾ. ആറാമത്തെ സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. ഏഴാമത്തെ സെഗ്മെന്റ് ആണ് സന്തോഷ ജന്മദിനം. എട്ടാമത്തെ സെഗ്മെന്റ് ആണ് വാർത്തയിലെ താരം. ഒമ്പതാമത്തെ സെഗ്മെന്റ് ആണ് നിറക്കൂട്ട്. എങ്കിൽ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് പുള്ളിമാൻ ഏത് കഥയായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കാട്ടിലെ കൂട്ടുകാർ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലേ? സിംഹത്തിനെ നമുക്കെല്ലാവർക്കും പേടിയാണ് താനും, അല്ലേ? പക്ഷെ സിംഹത്തിന്റെ മുൻപിൽ പെട്ടിട്ട് രക്ഷപ്പെട്ട ദാനിയേലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് ആ കഥ കേൾക്കാം. ബാബിലോൺ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിശാലിയായിരുന്നു ദാനിയേൽ. അവിടുത്തെ രാജാവായ ദാരിയോസിന് ദാനിയേലിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. തന്റെ രാജ്യഭരണം എളുപ്പമാക്കുന്നതിനായി രാജാവ് 120 ഭരണ നേതാക്കന്മാരെ ഏർപ്പെടുത്തി. ഇവർക്ക് തലവന്മാരായി 3 പേരെയും നിയമിച്ചു. ഈ 3 പേരിൽ ഒരാളായിരുന്നു ദാനിയേൽ. ദാനിയേലിന്റെ ജോലികളിൽ സംതൃപ്തനായിരുന്ന രാജാവ് ദാനിയേലിനെ ആ രാജ്യത്തിന്റെ അധിപനായി നിയമിക്കുവാൻ രാജാവ് തീരുമാനിച്ചു. പക്ഷേ ദാനിയേലിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് ഈ തീരുമാനം അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ദാനിയേലിനെ ഏതെങ്കിലും കുറ്റം ചുമത്തി ശിക്ഷിക്കുവാൻ അവർ തീരുമാനിച്ചു. പക്ഷെ ദാനിയേലിന് ഒരു കുറ്റവും അവർ കണ്ടില്ല. ദാനിയേൽ ദിവസവും 3 നേരം തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ഇതറിഞ്ഞ ഭരണാധികാരികൾ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവേ, അങ്ങ് കാരണമാണ് ഈ രാജ്യം ഇത്ര സമ്പന്നമായതും അറിയപ്പെടുവാൻ തുടങ്ങിയതും. അതിനാൽ ഈ രാജ്യത്തുള്ളവർ അങ്ങയെ ആരാധിക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഈ കൽപ്പന തെറ്റിക്കുന്നവർ സിംഹക്കുഴിയിൽ എറിയുമെന്നും രാജാവ് കൽപ്പിച്ചു. ഇതറിഞ്ഞ ദാനിയേൽ തന്റെ ദൈവത്തെ ആരാധിക്കുന്നത് നിർത്തിയില്ല. അവൻ തന്റെ ഭവനത്തിൽ ചെന്ന് മുകളിലത്തെ നിലയിൽ ചെന്ന് ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇതറിഞ്ഞ ഭരണാധികാരികൾ രാജാവിന്റെ അടുക്കൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു. എന്നിട്ടോ ദാനിയേലിനെ ശിക്ഷിക്കാൻ രാജാവിന് മനസ്സുണ്ടായിരുന്നില്ല. രാജാവ് ദാനിയേലിനെ രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷെ താൻ പുറപ്പെടുവിച്ച കൽപ്പന ലംഘിക്കാൻ ആർക്കും സാധ്യമല്ലാത്തതിനാൽ മനസ്സില്ലാ മനസ്സോടെ രാജാവിന് ദാനിയേലിനെ ശിക്ഷിക്കേണ്ടി വന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയാൻ നേരത്ത് രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ ആരാധിക്കുന്ന ജീവിക്കുന്ന ദൈവം നിന്നെ രക്ഷിക്കട്ടെ. പിന്നീട് ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിഞ്ഞു. രാജാവ് തിരിച്ചു കൊട്ടാരത്തിലേക്കും പോയി. രാജാവിന് അന്നത്തെ ദിവസം ഉറങ്ങുവാനോ വിനോദ പരിപാടികളിൽ ഏർപ്പെടുവാനോ സാധിച്ചില്ല. രാവിലെ നേരം വെളുത്തതും രാജാവ് ഓടി സിംഹക്കുഴിയിലെത്തി. സിംഹക്കുഴിയിലെത്തി ദാനിയേലിനെ വിളിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, നീ ജീവിച്ചിരിക്കുന്നുവോ? ഉടനെ ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്നും മറുപടി നൽകി, ഞാൻ ആരാധിക്കുന്ന ദൈവം എന്നിൽ കുറ്റമൊന്നും കാണാത്തതിനാൽ എന്നെ ശിക്ഷിച്ചില്ല. അങ്ങയുടെ മുൻപിലും ഞാൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അതിനാൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് സിംഹങ്ങളുടെ വായ് പൂട്ടി. ഇത് കേട്ട് രാജാവിന് വളരെയധികം സന്തോഷമായി. ഉടനെ തന്നെ ദാനിയേലിനെ രാജാവ് പുറത്തെത്തിച്ചു. തിരിച്ചു കൊട്ടാരത്തിലേക്ക് ചെന്ന രാജാവ് ദാനിയേലിനെ ശിക്ഷിച്ച ഭരണാധികാരികളെയും തലവന്മാരെയും
സിംഹക്കുഴിയിലിട്ട് അവരെയും ശിക്ഷിച്ചു. ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളെ സംരക്ഷിക്കും. അതെ, നാമും ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മെ സംരക്ഷിക്കും. ദാനിയേൽ ദൈവത്തോട് ചേർന്ന് നിന്നതുപോലെ നമുക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കാം. കൊച്ചു കൂട്ടുകാരെ, കാട്ടിലെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമായോ? പുള്ളിമാൻ പറഞ്ഞ കഥ നല്ല രസമുണ്ടായിരുന്നല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് അന്നമോളും കാവിൽ മലാഹയും. കുസൃതിക്കുടുക്കയായ അന്നമോളുടെ സംശയം എന്താന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അന്നമോളും കാവിൽ മലാഹയും. മലാക്കേ. ഹായ് അന്നമോളെ. ഹായ് മലാക്കേ. എന്റെ അന്നക്കുട്ടി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു മലാക്കേ. ആട്ടെ, ഇന്ന് എന്താണാവോ എന്റെ അന്നക്കുട്ടിയുടെ സംശയം? അതോ, കഴിഞ്ഞ ദിവസം അമ്മ എനിക്കൊരു കളിപ്പാട്ടം വായിച്ചു തന്നായിരുന്നു. അതിൽ ബാറ്ററി ഇട്ടാലേ പാട്ട് കേൾക്കൂ. ചില കളിപ്പാട്ടങ്ങൾ അങ്ങനെ അന്നമോളെ നിർമ്മിച്ചിരിക്കുന്നത്. അതിന് പ്രവർത്തിക്കാൻ ബാറ്ററി കൂടിയേ തീരൂ. ശരിക്കും ആരാ മലാക്കേ ഈ ബാറ്ററി കണ്ടുപിടിച്ചത്? ഇന്ന് കാണുന്ന ബാറ്ററികളുടെ ആദ്യ രൂപം കണ്ടുപിടിച്ച ആളാണ് അലക്സാൻഡ്രോ വോൾട്ട. 1800-ൽ ചെമ്പ്, സിങ്ക് എന്നീ ലോഹങ്ങൾ കൂട്ടിച്ചേർത്താണ് അലക്സാൻഡ്രോ ഈ ബാറ്ററി ഉണ്ടാക്കിയത്. എന്നാൽ ബാറ്ററി എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന അമേരിക്കൻ ഗവേഷകനാണ്. 1749-ൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ കപ്പാസിറ്ററുകളെ സൂചിപ്പിക്കാനായിരുന്നു ബാറ്ററി എന്ന പദം ഉപയോഗിച്ചത്. മാത്രമല്ല, വൈദ്യുതി കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റ് ശാസ്ത്രലോകം നൽകിയിരിക്കുന്നതും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അത് കൊള്ളാമല്ലോ മലാക്കേ. ഊർജ രൂപങ്ങളിലെ രാജാവ് ആണ് വൈദ്യുതി. എന്നാൽ വൈദ്യുതിയെ ഉള്ളിലൊളിപ്പിച്ച ചെപ്പാണ് ബാറ്ററി. കൊണ്ടു നടക്കാവുന്ന വൈദ്യുത സംഭരണികളാണ് ബാറ്ററികൾ. അതായത് രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ബാറ്ററി. വൈദ്യുതി കണ്ടുപിടിച്ചെങ്കിലും അത് സംഭരിച്ചു വെക്കാനും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും കഴിയില്ല എന്നതായിരുന്നു ആദ്യകാലത്ത് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിച്ചത് ബാറ്ററി ആയിരുന്നു അന്നമോളെ. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളുടെ വരവോടെ ഊർജ രംഗത്തെ ഒഴിച്ചുകൂടാനാവാത്ത ഒരംഗമായി ബാറ്ററികൾ മാറി. ലോകത്തെ ഇന്ന് കാണുന്ന രീതിയിൽ സ്മാർട്ടാക്കി മാറ്റിയ ഒട്ടുമിക്ക ഉപകരണങ്ങളുടെ പിന്നിലും ബാറ്ററിയുണ്ട്. ക്ലോക്ക്, വാച്ച്, സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, സ്മാർട്ട് വാച്ച്, റിമോട്ടുകൾ, വാഹനങ്ങൾ, കൃത്രിമ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവയെല്ലാം ചലിക്കുന്നതിന്റെ പിന്നിൽ ബാറ്ററിയാണ് അന്നമോളെ. അത് കൊള്ളാമല്ലോ മലാക്കേ. ഈ ബാറ്ററിക്ക് 2 ടെർമിനൽ ഉണ്ട് അന്നമോളെ. അതെന്തൊക്കെയോ മലാക്കേ? പോസിറ്റീവും നെഗറ്റീവും. ബാറ്ററിയുടെ ഒരു വശത്ത് തല പോലെ കാണപ്പെടുന്ന ഒരു ഭാഗമില്ലേ, അവിടെ ക്രോസ് ആകൃതിയിൽ ഒരു ചിഹ്നവും ഉണ്ടായിരിക്കും. ആ ഭാഗമാണ് പോസിറ്റീവ് ടെർമിനൽ. അപ്പൊ നെഗറ്റീവോ? നെഗറ്റീവ് ചിഹ്നം അഥവാ ചെറിയൊരു വര കാണിച്ചിരിക്കുന്ന ഭാഗമാണ് നെഗറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലിലാണ് ഇലക്ട്രോണുകളുടെ സ്രോതസ്. രാസപ്രവർത്തനം വഴിയുണ്ടാകുന്ന ഇലക്ട്രോണുകൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു ബാഹ്യ വൈദ്യുത സർക്യൂട്ട് വഴി പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒഴുകുന്നു. അങ്ങനെ ഇലക്ട്രോണുകളുടെ തുടർച്ചയായ ആ പ്രവാഹമാണ് ബാറ്ററിയിൽ നിന്നുമുള്ള വൈദ്യുതി. 2 തരം ബാറ്ററികളുണ്ട്. അതെന്തൊക്കെയോ മലാക്കേ? പ്രാഥമിക ബാറ്ററികളും ദ്വിതീയ ബാറ്ററികളും. സാധാരണ ബാറ്ററികളുടെ ഉള്ളിലെ രാസവസ്തുക്കൾ പ്രവർത്തിച്ചു തീരുന്നതോടെ വൈദ്യുതി ഉൽപാദനം നിലയ്ക്കും. അങ്ങനെ ഒറ്റത്തവണ ഉപയോഗിച്ച് ഉപേക്ഷിക്കേണ്ടി വരുന്ന ബാറ്ററികളാണ് പ്രാഥമിക ബാറ്ററികൾ. പലതവണ ഉപയോഗിക്കാവുന്ന, അതായത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ബാറ്ററികളാണ് ദ്വിതീയ ബാറ്ററികൾ. റീചാർജ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബാറ്ററികൾ റീചാർജ് ചെയ്യുമ്പോൾ വിപരീത ദിശയിൽ വൈദ്യുതി കടന്നുവരും. അതോടെ ബാറ്ററിയുടെ ഉള്ളിലെ രാസവസ്തുക്കൾ വിപരീത ദിശയിൽ രാസപ്രവർത്തനം നടത്തി പഴയതുപോലെ ആയിത്തീരും. അങ്ങനെ അവയിൽ നിന്നും വീണ്ടും വൈദ്യുതി ഉൽപാദനം നടക്കും. ഈ ബാറ്ററിയാള് കൊള്ളാമല്ലോ മലാക്കേ. അത് ശരിയാ. എന്നാൽ എന്റെ അന്നമോള് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. ബൈ മലാക്കേ. ബായ് അന്നമോളെ.
കൊച്ചു കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് വായനശാല. ഇന്ന് ഏഞ്ചൽ ഏത് പുസ്തകമായിരിക്കും പരിചയപ്പെടുത്താൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. വായനശാല. കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛനെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എൽവിൻ തേലേക്കാട്ടാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാർ ലൂയിസ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 11 അധ്യായങ്ങളാണുള്ളത്. കിഴക്കിൻ്റെ പുത്രൻ്റെ ജനനം, ദൈവവിളിയുടെ പടവുകൾ, അമലോത്ഭവ കന്യകാമറിയത്തിൻ്റെ ദാസസംഘം, ചാവറയച്ചൻ്റെ സംഭാവനകൾ, സന്യാസി സമൂഹത്തിൻ്റെ സ്ഥാപകൻ, കെട്ടുറപ്പുള്ള ദൈവജനത്തിന് വേണ്ടി, ചാവറയച്ചൻ എന്ന എഴുത്തുകാരൻ, ദൈവത്തിൻ്റെ കൂട്ടുകാരനായ മനുഷ്യസ്നേഹി, സഹനത്തിൻ്റെ പുത്രൻ, പിതാവിൻ്റെ അടുക്കലേക്ക്, വിശുദ്ധരുടെ ഗണത്തിലേക്ക് എന്നിങ്ങനെ 11 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആദ്യത്തെ അധ്യായത്തിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന കുട്ടനാട്ടിലെ കൈനഗരിയിൽ 1805 ഫെബ്രുവരി 10 ചാവറ കുടുംബത്തിൽ കുര്യാക്കോസ് മറിയം ദമ്പതികളുടെ 6 മക്കളിൽ ഏറ്റവും ഇളയ മകനായി ചാവറയച്ചൻ ഭൂജാതനായി. ജനിച്ച് 8-ാം ദിവസം തന്നെ ചേന്നങ്കരി പള്ളിയിൽ വെച്ച് ശിശുവിന് ജ്ഞാനസ്നാനം നൽകി. അപ്പൻ്റെ പേരായ കുര്യാക്കോസ് എന്ന നാമധേയം നൽകി. 2-ാമത്തെ അധ്യായമാണ് ദൈവവിളിയുടെ പടവുകൾ. കുര്യാക്കോസ് തൻ്റെ 11-ാം വയസ്സിൽ ദൈവവിളി സ്വീകരിച്ചു. 1829 നവംബർ 29 അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് ചാവറ കുര്യാക്കോസ് ഷെമ്മാശൻ തൻ്റെ 24-ാമത്തെ വയസ്സിൽ മൗറേലിയൂസ് മെത്രാനിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. 3-ാമത്തെ അധ്യായമാണ് അമലോത്ഭവ കന്യകാമറിയത്തിൻ്റെ ദാസസംഘം. കോട്ടയത്തിനടുത്തുള്ള മാന്നാനം കുന്നിൽ ഭാരതത്തിലെ ആദ്യത്തെ ഏകദേശീയ സന്യാസ സഭയ്ക്ക് CMI സഭയ്ക്ക് 1831 മെയ് 11 തുടക്കമിട്ടു. 4-ാമത്തെ അധ്യായമാണ് ചാവറയച്ചൻ്റെ സംഭാവനകൾ. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന ലക്ഷ്യത്തോടെ ജാതിമത ഭേദമന്യേ എല്ലാ കുട്ടികൾക്കും പഠിക്കാവുന്ന ഭാരതത്തിലെ ആദ്യത്തെ സംസ്കൃത വിദ്യാലയം ആശ്രമ ദേവാലയത്തോട് ചേർന്ന് 1846 മാന്നാനത്ത് ചാവറയച്ചൻ ആരംഭിച്ചു. വിശപ്പടക്കാൻ ഭക്ഷണമില്ലാത്തതുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന ചാവറയച്ചൻ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം എന്ന പദ്ധതിക്ക് ആരംഭം കുറിച്ചു. 5-ാമത്തെ അധ്യായമാണ് സന്യാസി സമൂഹത്തിൻ്റെ സ്ഥാപകൻ. 6-ാമത്തെ അധ്യായമാണ് കെട്ടുറപ്പുള്ള ദൈവജനത്തിന് വേണ്ടി. 7-ാമത്തെ അധ്യായത്തിൽ എഴുത്തുകാരനായ ചാവറയച്ചനെയാണ് കാണാൻ സാധിക്കുന്നത്. 8-ാമത്തെ അധ്യായമാണ് ദൈവത്തിൻ്റെ കൂട്ടുകാരനായ മനുഷ്യസ്നേഹി. കേരള സഭയിൽ ആദ്യമായി 40 മണിക്കൂർ ആരാധന തുടങ്ങി വെച്ചത് ചാവറയച്ചനാണ്. 9-ാമത്തെ അധ്യായമാണ് സഹനത്തിൻ്റെ പുത്രൻ. 10-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ മരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. സഭയെയും സഭാംഗങ്ങളെയും തിരുകുടുംബത്തിന് സമർപ്പിച്ച് 1871 ജനുവരി 3 രാവിലെ 7:30 മണിക്ക് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് അദ്ദേഹം യാത്രയായി. 11-ാമത്തെ അധ്യായമാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക്. 1984 ഏപ്രിൽ 7 ജോൺ പോൾ II മാർപ്പാപ്പ ചാവറയച്ചനെ ധന്യനായി പ്രഖ്യാപിച്ചു. 1986 ഫെബ്രുവരി 8 കോട്ടയത്ത് വെച്ച് ചാവറയച്ചനെ ജോൺ പോൾ II മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 റോമിൽ വെച്ച് കുര്യാക്കോസ് ഏലിയാസ് ചാവറ പിതാവിനെ വിശുദ്ധനെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നാമകരണം ചെയ്തു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവചരിത്ര പുസ്തകം ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കില്ലേ?
കൂട്ടുകാരെ, ഇന്ന് വായനശാലയിൽ പരിചയപ്പെടുത്തിയ പുസ്തകം അച്ഛനമ്മമാരോട് പറഞ്ഞ് വാങ്ങിച്ച് വായിക്കണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റാണ് രാഗസങ്കീർത്തനം. ഇന്ന് രാഗസങ്കീർത്തനത്തിൽ ജിയോന ഏത് സങ്കീർത്തനമായിരിക്കും ആലപിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. രാഗസങ്കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്കുമീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്നു ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്. അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്. എന്നിട്ടും അവിടുന്നവനെ ദേവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങു സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം. കൂട്ടുകാരെ, ജിയോന പാടിയ സങ്കീർത്തനം കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നല്ലേ? അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ. അടുത്ത സെഗ്മെന്റ് ആണ് ഉണ്ണിവചനങ്ങൾ. ഇന്ന് ഉണ്ണീശോ നമ്മളോട് എന്തായിരിക്കും പറയാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഉണ്ണിവചനങ്ങൾ. പരമപിതാവായ ദൈവത്തിന് സ്തുതി. കൂട്ടുകാരെല്ലാം ഉണ്ണീശോയെ കാണാൻ ഓടി വന്നിരിക്കുകയാണല്ലേ. ഉണ്ണീശോ കൂട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ. ഡിസംബർ 25 എൻ്റെ ജന്മദിനമാണ്. എൻ്റെ ആ സന്തോഷത്തിൽ പങ്കുചേരാനായി കൂട്ടുകാരെല്ലാം നന്നായി ഒരുങ്ങുന്നുണ്ടോ? എങ്ങനെയാ നിങ്ങൾ എൻ്റെ ജന്മദിനമായി ക്രിസ്മസിനായി ഒരുങ്ങുന്നത്? പ്രാർത്ഥിച്ചാണോ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാട്ടോ, സത്പ്രവർത്തികൾ ചെയ്യുക കൂടി വേണം. എന്താണ് സത്പ്രവൃത്തി എന്ന് ഉണ്ണീശോയുടെ ചില കൂട്ടുകാർക്ക് മനസ്സിലായില്ലല്ലേ? സാരമില്ലാട്ടോ, ഈ ഉണ്ണീശോ നിങ്ങൾക്കത് പറഞ്ഞു തരാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, അവരെ അവരുടെ ആവശ്യ നേരങ്ങളിൽ സഹായിക്കുക എന്നിങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് സത്പ്രവർത്തികൾ ചെയ്യുക എന്ന് പറയുന്നത്. ഉണ്ണീശോയുടെ കൊച്ചു കൂട്ടുകാർക്ക് എന്താണ് സത്പ്രവൃത്തി എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇനി സത്പ്രവൃത്തി ചെയ്യുന്ന കുട്ടികളായി മാറില്ലേ? അങ്ങനെ ഉണ്ണീശോയുടെ കൂട്ടുകാരെല്ലാം മിടുക്കരാകണം. അത് ഉണ്ണീശോയ്ക്ക് എന്ത് സന്തോഷമുള്ള കാര്യമാണെന്നോ. എങ്കിൽ ഈ ഉണ്ണീശോയുടെ പിറന്നാളിനായി കൂട്ടുകാരെല്ലാം പ്രാർത്ഥിച്ചും സത്പ്രവർത്തികൾ ചെയ്തും ഒരുങ്ങുമല്ലോ.
പരമപിതാവായ ദൈവത്തിനു സ്തുതി. കൊച്ചു കൂട്ടുകാരെ, ഉണ്ണീഷ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഉണ്ണീഷ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണേ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റ് ആണ് കളിയരങ്ങ്. ഇന്ന് കളിയരങ്ങിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കളിയരങ്ങ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു സംഭവ കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ദുഷ്ചിന്തകൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെ കഥയുടെ പേരാണ് സൂസന്ന. പ്രൗഢിയായ ബാബിലോൺ, വളരെ മനോഹരമായി വെട്ടിയൊരുക്കിയ പൂച്ചെടികൾ കൊണ്ട് നിറഞ്ഞ ഒരൊറ്റയടിപ്പാത. അതിലൂടെ രണ്ടുപേർ കടന്നു വരുന്നു. മനോഹരമായ വസ്ത്രാലങ്കാരങ്ങൾ അവരുടെ സ്ഥാനമാനങ്ങളെ സൂചിപ്പിക്കുന്നു. അവരങ്ങനെ നടന്ന് സൂസന്നയുടെ കൊട്ടാരത്തിനടുത്തെത്തി. സൂസന്നയെ കുറിച്ച് പറഞ്ഞാൽ കളങ്കം വെടിഞ്ഞ മനസ്സും ദൈവസ്തുതികൾ ഉരുവിടുന്ന ഹൃദയവും കാരുണ്യം തുളുമ്പുന്ന മുഖവും സ്വന്തമായുള്ളവർ. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. അത്ര സൗന്ദര്യമാണ് സൂസന്നയ്ക്ക്. അവളുടെ പ്രാർത്ഥനകളുടെ ഫലമായി ദൈവം നൽകിയ സമ്മാനമാണ് ഭർത്താവായ യോവാക്കീം. ദൈവം നൽകിയ മക്കളോടൊത്ത് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവേഷ്ടത്തിൽ ജീവിക്കുന്ന അവരുടെ ജീവിതം ദൈവത്തിനു മുമ്പിൽ പ്രീതികരമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ രണ്ട് ന്യായാധിപന്മാരെത്തുന്നത്. അധികാരം കൈവന്നാൽ എന്തുമാകാമല്ലോ ഈ കൂട്ടർക്ക്. യോവാക്കീമിനെ സന്ദർശിക്കാൻ എത്തുമ്പോഴൊക്കെ അവരെ ആതിഥ്യമര്യാദ സ്വീകരിക്കുന്ന ആ കുടുംബിനിയെ അവർ അട്ടിമൂടി ശ്രദ്ധിച്ചു പോന്നു. ഒരു ദിവസം യോവാക്കീമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മടങ്ങവേ അവരുടെ ഉള്ളിലെ അവളോടുള്ള ആവേശം അവരെ തിരികെ നടത്തിച്ചു. യാത്രാമധ്യേ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരേ ആഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ അവർ ആ പതിവൃതയായ സ്ത്രീക്ക് വേണ്ടി തക്കം പാർത്തിരുന്നു. പതിവ് പോലെ സൂസന്ന ഉദ്യാനത്തിലേക്ക് തോഴിമാരോടൊത്തിറങ്ങി. അവൾ തോഴിമാരോട് പറഞ്ഞു, ഉദ്യാനവാതിൽ അടച്ചേക്കൂ, എനിക്ക് കുളിക്കാനായില്ല എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരൂ. തോഴിമാർ മാറിയെന്ന് മനസ്സിലായ ആ ദുഷ്ടന്മാർ അവളുടെ അടുത്തേക്ക് വന്നു. പേടിച്ചു വിറച്ചു പോയ അവൾ എന്തിനും പോന്ന ആ മനുഷ്യർക്ക് മുമ്പിൽ കൈകൂപ്പി യാചിച്ചു, അരുത്, ഈ ദാസിയോട് കരുണ കാണിക്കണം, നിങ്ങളുടെ മകളായി എന്നെ കരുതണം. നീ ഞങ്ങളുടെ ഇംഹിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ കൂടെ ഒരു പുരുഷനെതിരാണ് നീ തോഴിമാരെ പറഞ്ഞയച്ച് ഉദ്യാനവാതിൽ അടപ്പിച്ചത് എന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെട്ടു. എന്റെ ദൈവമേ, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഓടി വരണേ, രക്ഷിക്കണേ. അവളുടെ നിലവിളി കേട്ട് എല്ലാവരും ഓടി വരുന്നത് മനസ്സിലാക്കിയ ഒരുവൻ ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു അവളോടായി പറഞ്ഞു, വഞ്ചകയാണിവൾ, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് വഴിപിഴച്ചവൾ. ഞങ്ങൾ ഈ ഉദ്യാനത്തിലൂടെ നടക്കുമ്പോൾ ഇവൾ തോഴിമാരെ പറഞ്ഞയച്ചു ഉദ്യാനവാതിൽ അടപ്പിച്ചു. ഇവളുടെ കാമുകനെ ഇവിടെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് അവർ ആലിംഗനം ചെയ്യുന്നു. ഞങ്ങളെക്കാൾ ശക്തനായതിനാൽ ആ യുവാവിനെ ഞങ്ങൾക്ക് കൈയോടെ പിടികൂടാൻ കഴിഞ്ഞില്ല. വ്യഭിചാരിണി എന്ന് മുദ്ര പതിക്കപ്പെട്ട അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു. നിർത്തൂ, അത് ദാനിയേലിന്റെ ശബ്ദമായിരുന്നു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഫോഷന്മാരോ? വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും നിങ്ങൾ ഇസ്രായേൽ പുത്രിയെ വധശിക്ഷയ്ക്ക് വിധിച്ചുവോ? ജനം ദാനിയേലിന്റെ വാക്കുകൾ കേട്ട് അവളെ വിചാരണയ്ക്കായി കൊണ്ടുവന്നു. രണ്ട് ന്യായാധിപന്മാരെയും പരസ്പരം അകറ്റി നിർത്തി ഒന്നാമനോട് ദാനിയേൽ ചോദിച്ചു, പറയൂ, ഏത് മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് സൂസന്നയും യുവാവും ആലിംഗനം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടത്? അതൊരു കരിവേലകത്തിന്റെ ചുവട്ടിൽ നിന്നായിരുന്നു. ശരി. ദാനിയേൽ രണ്ടാമനോട് ചോദിച്ചു, പറയൂ, ഏത് മരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് സൂസന്നയും യുവാവും ആലിംഗനം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടത്? അതൊരു കരയാമ്പൂവിന്റെ ചുവട്ടിൽ നിന്നായിരുന്നു. ശരി. ഇനി പറയൂ, തെറ്റാരുടെയായിരുന്നു? നിങ്ങളുടെയോ അതോ ഈ സ്ത്രീയുടെയോ? നിങ്ങളുടെ ഇംഹിതത്തിന് വഴങ്ങാത്ത ഈ പതിവൃതയായ സ്ത്രീയെ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതാ, നിങ്ങളെ വിധിക്കാൻ ദൈവജനം കാത്തു നിൽക്കുന്നു. അവനെ ഞങ്ങൾക്ക് വിട്ടുതരൂ.
അവനെ ഞങ്ങൾക്ക് വിട്ടുതരൂ. സുബിതരായ ജനം അവരെ കല്ലെറിഞ്ഞു കൊന്നു. സൂസന്നയും യോവാക്യമും ദൈവത്തോട് നന്ദി പറഞ്ഞു. ശരീരം ദൈവത്തിന്റെ ദാനമാണെന്നും അത് പവിത്രമായി സൂക്ഷിക്കണമെന്നും ദൈവത്തെ വിളിച്ചപേക്ഷിക്കണമേ, ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്നും ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സൂസന്ന എന്നീ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. കൂട്ടുകാരെ, ഇന്നത്തെ കളിയരങ്ങ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് സന്തോഷ ജന്മദിനം. ഈ ആഴ്ച ആരുടെയൊക്കെ ജന്മദിനങ്ങളാണ് ഉള്ളത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. സന്തോഷ ജന്മദിനം. കൂട്ടുകാരെ, നിങ്ങളുടെ ബർത്ത്ഡേകൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ വിഷ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് 8ാമത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ. വാർത്തയിലെ താരം. എങ്കിൽ നമുക്ക് അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോയാലോ. നിറക്കൂട്ട്. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പാട്ടുകൾ പാടാനും പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും കഴിവുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഇതിനും നല്ലൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ, ബൈ.